ശരി, നമുക്കിനി കരമനയിലേക്ക് പോകാം. തിരുവനന്തപുരം സെൻട്രലിലാണ് കരമന വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ വലിയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കോൺഗ്രസ് ആ സീറ്റ് CP ജോണിന് നൽകുന്നു. മറുഭാഗത്തും BJP വലിയ രീതിയിൽ അവരുടെ പോരാട്ടം കടുപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് കരമനയിലെ കാഴ്ചകൾ? ആര്യ, കരമന കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ള കിളിപ്പാലം കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ള ഭാഗമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ വരിക. ഇപ്പോൾ ഞാനീ നിൽക്കുന്ന കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ഏതെന്ന ചോദ്യത്തിന് ആളുകൾ ആദ്യം പറയുന്ന ഉത്തരങ്ങളിലൊന്നും നിയമ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഇവിടേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ ഈ പ്രചരണ ജാഥകളെല്ലാം എത്തിച്ചേരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എത്രത്തോളം ആവേശം ഈ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു നേമത്ത് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇവിടെയുള്ള ഈ ബോർഡുകളുമെല്ലാം. ഒന്നിനൊന്ന് വാശിപ്പുറത്താണ് ഫ്ലക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ചിരിക്കുന്നത്. KS ശബരിനാഥന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറേ രാജീവ് ചന്ദ്രശേഖരന്റെ പടുകൂറ്റൻ ഫ്ലക്സുകൾ വാനോളം മുട്ട ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വി ശിവൻകുട്ടിയുടെ ചിരിച്ച മുഖം മുഖ്യമന്ത്രിക്കൊപ്പം. അങ്ങനെ എല്ലാ തരത്തിലും വീറും വാശിയും ഉണ്ടായിരുന്ന ഒരു പോരാട്ടത്തിനാണ് ഇന്നിപ്പോൾ കൊടിയിറങ്ങാൻ പോകുന്നത്. KS ശബരിനാഥന്റെ റോഡ് ഷോ അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടിയും ഇവിടേക്ക് എത്തിച്ചേരും. റോഡ് ഷോയല്ല, ഇവിടെ ഉള്ള പ്രവർത്തകർക്കൊപ്പം വന്ന് വി ശിവൻകുട്ടി ചേരുകയായിരിക്കും. രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോ നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും ഏകദേശം 4-4:30 മണിയോടെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും വെള്ളായണി ഭാഗത്തൊക്കെ ഓരോ മുക്കിലും മൂലയിലും കയറി അവസാനത്തെ വോട്ടറെയും കണ്ട് തങ്ങളുടെ ശേഷി എത്രയുണ്ടെന്ന് കാണിച്ചു കൊടുത്ത് പ്രവർത്തകരെ ഒപ്പം കൂട്ടിപ്പോയി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ 3 പേരും. നല്ല ശക്തമായ പോരാട്ടം നടക്കുന്നു. കഴിഞ്ഞ തവണത്തേതിലും കടുത്തുറ്റ പോരാട്ടമാണ് ഇത്തവണ നേമത്ത് നടക്കുന്നത് എന്നാണ് നേമത്തെ ആളുകൾ പറയുന്നത്. വി ശിവൻകുട്ടിയോ രാജീവ് ചന്ദ്രശേഖരോ, അതോ ഇവർക്ക് രണ്ടുപേർക്കും വെല്ലുവിളി ഉയർത്താൻ ഏതെങ്കിലും സാഹചര്യത്തിൽ KS ശബരിനാഥന് കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരേണ്ടതുണ്ട്. അത് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ഉത്തരം കൂടിയായിരിക്കും. കാരണം BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലം നിയമം നോര ജോപാലിനെ സഭയിലേക്ക് പറഞ്ഞയച്ചതാണ്. പക്ഷേ കൃത്യം 5 വർഷത്തിന് ശേഷം ആ മണ്ഡലത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ട് വി ശിവൻകുട്ടി നിയമസഭയിലേക്ക് നടന്നു കയറി. അത് ശിവൻകുട്ടി തന്നെയാണ് ഇത്തവണ എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. മറുഭാഗത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കുന്നത്. അപ്പോൾ BJP വീണ്ടും കേരള നിയമസഭയുടെ ഭാഗമാകുമോ? നേമത്ത് താമര വിരിയുമോ? ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകമുള്ള മണ്ഡലമാണല്ലേ പ്രത്യേകിച്ച് നേമം എന്ന് പറയുന്നത്. ആര്യ, നമുക്ക് ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടത് പേരൂർക്കട തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്നുള്ള ചുവടുവയ്പ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2 മണി പിന്നിടുന്നു. 2:30 അടയ്ക്കുമ്പോൾ ആകാശക്കാഴ്ചകൾ, മനോഹരമായ ആകാശക്കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. തലസ്ഥാന നഗരിയിലെ സംഗമ ഭൂമിയായിട്ടുള്ള പല പര്യടനങ്ങളും റോഡ് ഷോയൊക്കെ കടന്നു വന്ന് ആവേശം അങ്ങേതറ്റം അലതല്ലുന്ന ഒരിടമായി പേരൂർക്കട ഇപ്പോൾ മാറാൻ പോകുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ വിഷ്വൽസ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 14 മണ്ഡലങ്ങൾ, ആ 14 മണ്ഡലങ്ങളിൽ ഒറ്റയിടത്ത് മാത്രമാണ് UDFന് കോവളം മാത്രം. ബാക്കിയുള്ള എല്ലായിടത്തും LDFന്റെ തേരോട്ടമാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെങ്കിൽ ഇക്കുറി കാറ്റ് എങ്ങോട്ട് വീശുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ BJP കണ്ടുവയ്ക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. അവിടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കും. 10 വർഷം പ്രതിപക്ഷത്തെ ഇരുന്നതിന്റെ വീറും വാശിയും പ്രകടിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും. പല മണ്ഡലങ്ങളിലും പല ജാതി ഘടകങ്ങളടക്കം തലസ്ഥാന ജില്ലയിൽ ഉള്ള പല മണ്ഡലങ്ങളും CSI സഭയുടെ നിലപാട് വരെ ഓരോ വോട്ടും നിർണായകമാകുന്ന മണ്ഡലങ്ങളായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തേത്. അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, കൊടും വെയിലാണ്, പൊള്ളുന്ന വെയിലാണ്. പക്ഷേ അതൊന്നും പ്രവർത്തകരെ പിന്നോട്ടടിക്കുന്നില്ല. വലിയ രീതിയിൽ പ്രവർത്തകർ വന്നു ചേരുകയാണ് പേരൂർക്കടയിലേക്ക്. എന്തൊക്കെയാണ് കാഴ്ചകൾ അവിടെ നിന്ന്? ആര്യ, ഇത് പേരൂർക്കടയാണ്. വട്ടിയൂർക്കാവിന്റെ പ്രധാന കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നടക്കുന്നത് വാർ ഓഫ് ടൈറ്റൻസ് ആണ്. അതികായന്മാരുടെ പോരാട്ടമാണ് പേരൂർക്കടയിൽ. ആ അതികായന്മാർ കൊട്ടിക്കലാശത്തിന് അല്പസമയത്തിനകം എത്തിച്ചേരുകയും ചെയ്യും. വട്ടിയൂർക്കാവ് കേരളത്തിൽ ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് തന്നെ പറയാം. നിലവിൽ LDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. VK പ്രശാന്ത്, അത് തിരുവനന്തപുരംകാരുടെ മേയർ ബ്രോയാണ്, ഇപ്പോൾ MLA ബ്രോയാണ്. ഒരു തരത്തിലും മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച വാശിയിലാണ് VK പ്രശാന്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ നടത്തിയത്. മാത്രമല്ല, ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനപ്രതിനിധി എന്ന പ്രത്യേകത കൂടി VK പ്രശാന്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് ജയം ആവർത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ UDFന് K മുരളീധരനിൽ കവിഞ്ഞൊരു അതികായനെ ഇവിടെ അവതരിപ്പിക്കാനില്ലായിരുന്നു. പ്രചരണത്തിൽ ഒരുപാട് കാരണം വട്ടിയൂർക്കാവ് മുരളീധരൻ അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അത്രത്തോളം വട്ടിയൂർക്കാവിനെ 2011 മുതൽ 19 വരെ നയിച്ച K
മുരളീധരന്റെ ആ ഏറ്റവും വട്ടിയൂർക്കാവിലെ അതിശക്തൻ എന്ന് പറയാം. പക്ഷേ തിരിച്ചു ഈ മണ്ഡലം വലിയ എത്രയോ കാലമായി പ്രതീക്ഷ അർപ്പിക്കുന്ന BJP ഇത്തവണ മുൻ DGP ശ്രീലേഖയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ശ്രീലേഖ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം വാർഡ്, അത് ഈ മണ്ഡലത്തിൽ പെട്ട വാർഡ് തന്നെയാണ്. അപ്പോൾ ആ വാർഡിൽ ജയിച്ചുകൊണ്ടാണ് തനിക്ക് ഇവിടെ പിന്തുണയുണ്ട് എന്ന് തെളിയിച്ചത്. ഏതായാലും ദീപാനന്ദ പോരാട്ടം പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ എല്ലാ റിഫ്ലക്ഷനും ഇവിടെ ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൽ കാണാൻ കഴിയും. പേരൂർക്കട ജംഗ്ഷൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു പൂരത്തിന് സമാനമായ അന്തരീക്ഷം, ഒരു പള്ളിപ്പെരുന്നാളിന് സമാനമായ അന്തരീക്ഷം, ഒരു ഉറൂസിന് സമാനമായ അന്തരീക്ഷം. ഇവിടെ നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ചാരി മേളമൊക്കെ ഇങ്ങനെ ആർത്തിരമ്പയാണ്. നമുക്ക് ആ കാഴ്ചകളൊന്നുകൂടി കേൾക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പൂരത്തിന് സമാനമാണ് പേരൂർക്കട ഇപ്പോൾ. സ്ഥാനാർത്ഥികളെ കാത്ത് ക്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ചെങ്കൊടി ഒരു ഭാഗത്ത് പാറുന്നു, മറുഭാഗത്ത് ത്രിവർണ്ണ പതാക പാറുന്നു. ഈ കാഴ്ച ഇതൊക്കെ നമ്മൾ ഈ തവണ ആദ്യമായിട്ടാണ് തോന്നുന്നത്. എന്താണ് പേരറിയില്ല. എന്തായാലും നമുക്ക് പലതരത്തിലുള്ള കലാരൂപങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രതീക്ഷ പുറത്തിറങ്ങാൻ കഴിയുന്ന അത്രയ്ക്ക് ചൂടാണ്, ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ആ സമയത്തും പ്രവർത്തകരുടെ ആവേശം വാനോളമാണ്. ആർ അനന്തകൃഷ്ണൻ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ആ വാദ്യമേളകൾക്കിടയിൽ നിന്ന്. അനന്തൻ, സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുമ്പ് ഇതാണ് ആവേശമെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കുന്നില്ല. ഇവിടെ എനിക്ക് പറയുന്നതും കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൗണ്ടാണ്. കാരണം ഒരു ഭാഗത്ത് പഞ്ചാരി മേളം, ബാൻഡ് മേളം, ഒരു വലിയ ഇവിടെ തോരണം കൊണ്ട് ഒരു പൂമഴ തീർത്തിരിക്കുകയാണ്. തോരണം കൊണ്ട് ഒരു പൂമഴ, നിറയെ കടലാസുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി. ഇപ്പോൾ യുഡിഎഫുകാരാണ് ത്രിവർണ്ണ തോരണം, ഒരു വർണ്ണ കടലാസുകൾ ആകാശത്തേക്ക് വിതറിയിരിക്കുന്നത്. ഇവിടെ ഇത് ഏത് പാർട്ടിക്ക് വേണ്ടിയാ? ഇതേത് പാർട്ടിക്ക് വേണ്ടിയാ? ബിജെപിയുടെ കലാരൂപമാണിത്. ഇതൊരു ഉത്സവമാണോ? ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്, ജനാധിപത്യത്തിന്റെ പൂരമാണ്, ജനാധിപത്യത്തിന്റെ പെരുന്നാളാണ്, ജനാധിപത്യത്തിന്റെ ഉറൂസാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ ശരിയായ ആഘോഷം. ഒരുപക്ഷെ കേരളത്തിൽ പേരൂർക്കടയിൽ നടക്കുന്നത് പോലൊരു കുട്ടിക്കലാശം മറ്റെവിടെയും കാണുന്നത്. മറ്റൊരു ഹൈഡ്രജൻ ബലൂൺ. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി മുരളീധരന് വേണ്ടിയുള്ള വലിയ പഞ്ചാരി മേള നടക്കുകയാണ്. അനന്തകൃഷ്ണനാണ് പേരൂർക്കടയിലെ ആ മനോഹരമായ പോരിന്റെ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ തന്നെ ആ പഞ്ചാരി മേളം പൊട്ടിക്കയറുകയാണ്. പ്രവർത്തകർ മാത്രമേ എത്തിയിട്ടുള്ളൂ. സ്ഥാനാർത്ഥികൾ ഇനി എത്തേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി എത്തുമ്പോൾ ഒരു 4 മണിക്ക് ശേഷമാണ് വൈബ് റെയിൽവേ. നമ്മൾ പേരൂർക്കടയിൽ നിന്ന് സ്ഥാനാർത്ഥികളുടെ നൃത്തച്ചുവടുകൾ കാണാം. കൊച്ചിയിലും കോഴിക്കോടും പല രീതിയിൽ. കാരണം ഇങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് ഇടയിലേക്കൊക്കെ ഇറങ്ങിപ്പോവുക, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ഥാനാർത്ഥികൾ, ചുവട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാഴ്ചകൾ ഞാൻ എന്റെ ഓർമ്മയിൽ ചാണ്ടിയമ്മൻ ചുവട് വെച്ചത് കഴിഞ്ഞ തവണ ഓർത്തുകയാണ് അല്ലേ? അതുപോലെ ആ ചെണ്ടമേളത്തിനിടയിൽ എന്താണ് പറഞ്ഞത് ഞങ്ങൾക്കും അറിയില്ല, ചോദിച്ച അനന്തനും അറിയില്ല. നമുക്ക് ഈ കാഴ്ചകളിലേക്ക്, ഇതുപോലെയുള്ള ആവേശ കാഴ്ചകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം